ബൊഗൈൻവില്ല സീസൺ ആയെങ്കിൽ പിന്നെ അതിൻ്റെ വീഡിയോസ് ചെയ്തില്ലെങ്കിൽ എന്ത് ഹെദൻസ്ഫോർ അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കസിൻ ആൻറ്റിയുടെ വീട്ടിലാണ്. അവിടെ എന്താ പറയുക, കുറേ അധികം ബൊഗൈൻവില്ലുണ്ട്. ബൊഗൈൻവില്ല മാത്രമല്ല ഈ വീട്ടിലുള്ളത്, വർഷങ്ങളായിട്ട് ചെടികൾ പരിപാലിച്ച് അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടുത്തെ രണ്ടുപേരും ടീച്ചേഴ്സാണ്. ഇവിടെ അധികം കളക്ഷനോ കാര്യങ്ങളോ അല്ല. ഉള്ള ബൊഗൈൻവില്ല എന്താ ഇതുപോലെ ബുഷായിട്ട് വെട്ടി നിർത്തി ഇരകൾ കാണാത്ത രീതിയിൽ പൂക്കളുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയും കാണിക്കാം. അതുമല്ല പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്. അത് ഫ്ലവറിങ്ങും ഉണ്ട്, ഫോളിയേജ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ചെടികൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബൊഗൈൻവില്ല സീസൺ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ തവണ ഈ ഒരു സൈഡിലോട്ടൊക്കെ മഴ കൂടുതലായിരുന്നു. അപ്പോൾ അത് കാരണം ബൊഗൈൻവില്ല ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരാൻ കുറച്ച് താമസമെടുത്തു. എന്നിരുന്നാലും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വരും കാഴ്ചകൾ നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ കാണാം. എൻ്റെ പേര് ലാലു എന്നാണ്. ഞാനിവിടെ മല്ലപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 20 വർഷത്തോളം പഴക്കമുള്ള ബൊഗൈൻവില്ലാസാണ് ഈ കാണുന്നത്. എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും പ്രൂണിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചാണകപ്പൊടി, എല്ലുപൊടി 17 ഇവ വർഷത്തിൽ 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. വെയിലുള്ളിടത്ത് മാത്രമേ ഇവ പൂക്കാറുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വെയിലാണ് ഇവയ്ക്ക് ഏറ്റവും വേണ്ടിയത്. വളവിടുന്നതിനേക്കാട്ടിലൊക്കെ പ്രാധാന്യം വെയിലാണ്. അപ്പം ഏതാണ്ട് 30 ചട്ടിയോളം എനിക്കുണ്ട്. എല്ലാത്തേലും നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഇനി നല്ല വെറൈറ്റികൾ കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്യും. തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് ഞാൻ ഒരു 15 പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബൊഗൈൻവില്ല അല്ലാതെ ധാരാളം ചെടികൾ എനിക്കുണ്ട്. ഇവിടെ വെയിൽ അതിരൂക്ഷമായതുകൊണ്ട് അവയെ പരിചരിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവയൊക്കെ അങ്ങ് വിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും ഹസ്ബൻഡും ടീച്ചേഴ്സായിരുന്നു. ഞങ്ങൾ 2 പേരും റിട്ടയർഡായി. അതിനു മുമ്പ് തന്നെ എനിക്ക് ചെടി പരിപാലനം ഉണ്ട് ചെറിയ തോതിൽ. കോവിഡ് കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പരിചരിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. നിങ്ങൾ വരുന്ന ആൾക്കാർ ഒരിക്കലും ഈ പൂവിൻ്റെ ഭംഗി കാണാൻ ആസ്വദിക്കാൻ ബൊഗൈൻവില്ല ഒരിക്കലും സെയിലിനല്ല. അത് ഇവിടെ കുറച്ച് പ്ലാന്റുകളുണ്ട്, 30-ലധികം വെറൈറ്റികളുണ്ട്. അപ്പോൾ അതൊക്കെ സെയിലിനല്ല, ബാക്കിയുള്ള പ്ലാന്റ്സുകളാണ് സെയിലുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലാന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഒന്നിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്രയധികം നല്ലത്. എന്താ വെച്ചാൽ ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞപ്പം ഇത്രയധികം പ്ലാന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതാണെന്ന് പറഞ്ഞാൽ ലോ കെയർ ആണ് ബൊഗൈൻവില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ നല്ലപോലെ പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ ചെടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നതാണ്. ഇവിടെ സെയിൽ വെക്കുന്നുണ്ട്. കാരണം ഈ ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട്, ഫോളിയേജ് പ്ലാന്റും ഉണ്ട്. ഞാൻ 1-2 പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങളെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ചട്ടി ഉൾപ്പെടെയാണ് പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രിപ്പ് ഇറിഗേഷൻ്റെ ആ ഒരു സിസ്റ്റം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇത് സാമിയോക്കൽക്ക സാമിഫോളിയ എന്ന് പറഞ്ഞ CC പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട്ടിൽ വരാവുന്നതാണ്. ഞാൻ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആൻറ്റിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം കാരണം എന്താ വെച്ചാൽ ഇത് ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുവച്ചാൽ മതി, വേറെ ഒരു പരിചരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് വളരെ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും.